ഷാനിക്ക, എന്തോ ഹൃദയത്തിൽ സംഗീതം കൊണ്ട് നടക്കുകയാണല്ലോ. അതെ അതെ, ഇടനെഞ്ചിൽ പറഞ്ഞു ചെയ്യിച്ചതാണോ അഞ്ജലിയുടെ അടുത്ത്? അതെ, എല്ലാം ബൈ അഞ്ജലി. ഹരിചേട്ടാ, കുറച്ചു ദിവസമായി നമ്മളുടെ കൂടെ ഉണ്ട്. എങ്ങനെയുണ്ട്? എൻജോയ് ചെയ്യുന്നുണ്ടോ നമ്മളുടെ കുട്ടികളുടെ പാട്ടും നമ്മളുടെ കൂടെ ഉള്ള ഈ ഒരു ജേർണി? പിന്നെ അടിപൊളിയല്ലേ, അസലായിട്ട് പാടുന്ന കുട്ടികൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിറിക്കൊക്കെ ഇങ്ങനെ വൃത്തിയായിട്ട് പാടുന്ന കുട്ടികളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഭയങ്കരം എന്ന് പറയാൻ പാടില്ല എങ്കിലും നല്ല സന്തോഷമുണ്ട്. എന്നാ ഷാനിക്ക, ഇവിടെ സൂപ്പർ സ്റ്റാർ തുടങ്ങിയപ്പോ തൊട്ട് ഏത് നേരം ഷാനിക്ക പറയുന്ന ഒരു കാര്യമാണ് ഡിക്ഷൻ 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 അല്ലേ? അല്ല, എന്താണ് ഡിക്ഷനെ കുറിച്ച് ഒന്ന് കൂടുതൽ പറയാമോ? ഡിക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ ലിറിക്സിനോട് നമ്മൾ കാണിക്കുന്ന ഒരു സിൻസിയർ ആയിട്ടുള്ള ഒരു എഫേർട്ട്, അതാണ് ആ ഡിക്ഷൻ എന്ന് പറയുന്നത്. കാരണം ഒരു വാക്ക് എന്ന് പറയുമ്പം ആ വാക്ക് കൃത്യമായിട്ട് നമ്മൾ ഉച്ചരിക്കണം, അല്ലേ? എന്നാലേ അത് എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലാവുള്ളൂ, അത് കമ്മ്യൂണിക്കേറ്റ് ആവുള്ളൂ. ഇപ്പം ഹൗ ആർ യു അല്ലെങ്കിൽ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് വേറെ എന്തെങ്കിലും രീതിയിൽ ഡിക്ഷൻ തെറ്റിച്ചിട്ട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവണം. ഞാൻ പറയുന്ന പോലെ അല്ലേ? അപ്പോ ഷാനിക്ക് ഇത്രയും ഡിക്ഷനെ പറ്റി പറഞ്ഞ സ്ഥിതിക്ക് ഷാനിക്ക് ഒരു ഡിക്ഷൻ ചലഞ്ച് ഞാൻ തരാൻ പോവാണ്. തുടങ്ങാം. നമുക്ക് നോക്കാം. ഇതിനെങ്കിലും എന്റെ കൂടെ ഭയങ്കര നീങ്ങിയെന്നോ? അവൻ എന്റെ കൂടെ ഇല്ല ഇല്ല ഇല്ല, ഇങ്ങനെ ഡിക്ഷൻ ചലഞ്ച് തരട്ടെ ഞാൻ. നമുക്ക് നോക്കാം. അതിനു മുന്നേ പ്രോപ്പർട്ടി ഒന്ന് കൊണ്ടുവരൂ. റെഡി? അപ്പൊ ദാ നമ്മുടെ പ്രോപ്പർട്ടി എത്തി. ഇത് കാണുന്ന അറിയാലോ, കണ്ടു കെട്ടും ഷാനിക്കയുടെ. എനിക്കിട്ട് പണിയൊക്കെ തന്നതല്ലേ, അപ്പൊ ഞാൻ തിരിച്ചൊരു പണി കൊടുക്കാൻ പോവാ. ഓക്കെ, നമ്മുടെ കുട്ടികളെ ഇപ്പൊ എത്ര, നമ്മ 3ാമത്തെ ഷെഡ്യൂളൊക്കെ ആയി, പാട്ടുകൾ കുറെ ആയി ഷാനിക്ക കേൾക്കുന്നു. എല്ലാവരുടെ സൗണ്ട് ഒക്കെ ഷാനിക്കയുടെ ഈ ഒരു ചെവിട്ടിൽ അല്ലെങ്കിൽ കാതിൽ ഇങ്ങനെ മുഴങ്ങുന്നു. സോറി, കാതിൽ. ഹരിച്ചേട്ടാ പ്ലീസ്, ഹരിച്ചേട്ടാ ഞാൻ ഒന്ന് ചെയ്തോട്ടെ, കുഴപ്പമില്ലല്ലോ. കാതിൽ ചെവിയിൽ മുഴങ്ങുന്നുണ്ടല്ലോ. അപ്പോ അങ്ങനെ മുഴങ്ങുന്നൊന്നുമില്ല, ആര് പറഞ്ഞു? അത് ഗെയിം ചെയ്യാതിരിക്കാൻ നമ്പർ അല്ലേ, പറ്റില്ല. ശരി, അപ്പൊ ഞാൻ കണ്ണടച്ചിട്ട് കണ്ണടയ്ക്കണം. എന്നിട്ട് ഡിക്ഷൻ ഒക്കെ ഇവിടെ പറയുന്ന ആളാണല്ലോ, കുട്ടികൾ നല്ല ഡിക്ഷൻ ഒക്കെ വെച്ചിട്ട് നല്ല പാട്ട് അങ്ങോട്ട് പാടും. ഇത് ആരുടെ സൗണ്ട് ആണെന്ന് ഷാനിക്ക് ഐഡന്റിഫൈ ചെയ്യണം. ഇനി അങ്ങോട്ട് നോക്കാൻ പാടില്ല. അത് പറ്റില്ല. ഹരിച്ചേട്ടാ കെട്ട് കെട്ട് കെട്ട്. ഷാനിക്ക കള്ളക്കളി കളിക്കാൻ പറ്റില്ല. ഹരിച്ചേട്ടനൊക്കെ ശങ്കുചേട്ടനൊക്കെ എന്തൊരു മനുഷ്യ. റെഡി? വേഗം ചോദിച്ചിട്ട് തീർക്കുന്നത്, അവിടെ പോയിരിക്കാം. ഓക്കെ, റെഡി? തുടങ്ങാം. ആദ്യത്തെ പാട്ട്. ദൂരെ ഒരു മഴവില്ലിന്നേഴാം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം ഇന്നിടവഴിയിൽ നിന്നോമൽ കാൽത്താളം നീയാം സ്വരജതിയിൽ ഈ മൗനം വാചാലം സാന്ധ്യരാഗങ്ങളേറ്റു പാടുന്നു ഭൂമി. അതെന്ത് ഭൂമിയാണ്? പറയൂ. മറ്റേ മുട്ടുവത്തീവൻ പാടിയ പാട്ട്. ഇത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞില്ല, ഞാൻ അവിടെ ഇരിക്കുമ്പോ എപ്പോഴും എന്നെ നോക്കിയിട്ട് ടാറ്റ കാണിക്കാം, എപ്പോഴും ടാറ്റ കാണിക്കാൻ. പാടിയ പാട്ട് ഏതെങ്കിലും നിവേദ് കൃഷ്ണ. കലക്കി. ഓക്കെ, ഇനി അടുത്ത ആള്. ఎందరో మహానుభావులు ఎందరో మహానుభావులు ഒരു വരി കൂടി ഒന്ന് പാടിക്കൊടുത്തു. అందరికీ వందనము. സൂപ്പർ. ഓക്കെ, നെക്സ്റ്റ്. ഇത് എളുപ്പമല്ലേ? മാനസരാഗം തേടി ജീവിതരാഗം പാടൂ നെടുവണ്ണ അറിയോ? ഇത് കണ്ണല്ല കാതൽ എന്തു കഴിച്ചില്ലെങ്കിലും പറയും. പറയൂ ഷാനിക്ക.
സത്യം. സൂപ്പർ. ആ ഒരെണ്ണം കൂടെ കേട്ടാ. ലാസ്റ്റ് ആണ്. ആ താരം വാൽക്കണ്ണാടി നോക്കി നിലാവലിഞ്ഞ രാവിലേതോ താരം വാൽക്കണ്ണാടി നോക്കി നിലാവു ചൂടി ദൂരെ ദൂരെ. ആരാക്ക് പറഞ്ഞാല് പാർത്തിനെ കൊണ്ട് വീണ്ടും പഠിക്കും. ഇത് ഒന്നുകിൽ തീർത്ഥ ആണോ അല്ലെങ്കിൽ ഞാൻ ആദ്യം സരിക വന്നു, പിന്നെ എനിക്ക് മനസ്സിൽ ടെക്സ്ചർ വ്യത്യാസമുണ്ട്. സർഗ. സർഗ. കറക്റ്റ്. ആ ഇനി അഴിച്ചോളൂ. ഓക്കെ. ഒന്ന് അഴിച്ചോളൂ. അടിപൊളി. എല്ലാം പറഞ്ഞു ഷാനിക്ക. ഹലോ. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഡിക്ഷൻ എല്ലാം നന്നായി ശ്രദ്ധിക്കും. ഡിക്ഷൻ അല്ല, ഒരാളുടെ ഐഡന്റിറ്റി ആണ് ഏറ്റവും വലുതെന്ന് മനസ്സിലായി. അതെ, അതെ അതെ അതെ. നോമെല്ലാം കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു. ഷാനിക്ക ഇടയ്ക്ക് ഒരു ഭൂമി ഉലക്കം പോലെ എന്തോന്നും സംഭവിച്ചല്ലേ? നന്നായി കുലുങ്ങിയാണ്. അത് അടിപൊളി. ഇതുപോലെ ഞാൻ ചിരിച്ചിട്ടില്ല ഈ ഫ്ലോറിൽ. അയ്യോ, സത്യം. ഹരിച്ചേട്ടൻ ഇരുന്നൊക്കെ ഇങ്ങോട്ട് ഇരിക്കുകയായിരുന്നു തറയിൽ. ഓക്കെ ഷാനിക്ക ഗിഫ്റ്റ് ഉണ്ട്. ഓക്കെ, എന്താണ് ഗിഫ്റ്റ്? ഷാനിക്കയുടെ ഗിഫ്റ്റ് കൊണ്ടുവാ. ഷാനിക്കയുടെ പ്രിയപ്പെട്ട എന്നെ മാറ്റി വേറെ ആളെ നല്ല ഗിഫ്റ്റ് ആയിട്ട് വല്ലതും വന്നില്ലെങ്കിൽ ഇടിയാണ്. അവളുടെ വരവ് കണ്ടിട്ട് എന്തോ അതെ 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 അതെ. ഞാൻ ഇത്രയും എന്റെ ചെവി ഇത്രയും രണ്ട് ഗിഫ്റ്റ് ഉണ്ട്. രണ്ട് ഗിഫ്റ്റ് ഉണ്ട്. ആ ആ ആ കൊടുത്തോളൂ. ആ സമ്മാനം കൊടുക്കുന്ന രീതി കൊടുക്കണേ. കൈ നീട്ടി. ഓക്കെ. ആ അല്ല, ഓക്കെ. ആ തുറന്നോ. ഇത് ഒരാൾക്ക് ഇതില് പോവാം വീട്ടിൽ. അതെ, വിമാനം. അവന്റെ അമ്മയുടെ വീട്ടിന്റെ അടുത്തല്ലേ, എന്നിട്ട് എന്നോട് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? റയാനും കൊണ്ട് കൊടുക്കാ. ഷാനിക്ക എടുത്തു വെച്ചോ. താങ്ക് യു മക്കളെ. താങ്ക് യു. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഷാനിക്ക? ഇത് ഗിഫ്റ്റോ? അല്ല, മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. ആ ഈ പറഞ്ഞ പോലെ എനിക്ക് ശരിക്കും പറഞ്ഞാല് ഇത് കാതടിച്ച് കേട്ടപ്പോൾ ഒരു ഭയങ്കര രസമായിരുന്നു. ഭയങ്കര ക്വാളിറ്റി ഉള്ള വോയിസസ് ആണ് എല്ലാം. അപ്പൊ അത് ഞാൻ എൻജോയ് ചെയ്തു. അടിപൊളി. അപ്പൊ ഇനി ഇതുപോലത്തെ ചാലഞ്ചുകൾ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ ഓക്കെ. prepared. അപ്പൊ ആ ഹെലികോപ്റ്ററിൽ കയറി നിങ്ങൾ പോയിക്കോളൂ. ഹെലികോപ്റ്റർ